നമസ്കാരം. പുടിനെയും റഷ്യയെയും മുൻനിർത്തി പുതിയ പ്രഖ്യാപനങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് അമേരിക്ക. ലോകം മുഴുവൻ തന്റെ കാൽക്കീഴിലാക്കാനുള്ള പടയോട്ടത്തിൽ എന്ത് നാടകം കളിച്ചിട്ടും ട്രംപ് ഓരോ രാജ്യങ്ങളും തന്റെ വരുതിയിൽ കൊണ്ടുവരികയാണ്. അതിന് ചിലയിടത്ത് സമാധാനത്തിന്റെ മാലാഖയും മറ്റു ചിലയിടങ്ങളിൽ നാശത്തിന്റെ ചെകുത്താനുമായും ഒക്കെ ട്രംപ് അവതരിക്കും. ഇനി മാലാഖയുടെ എത്ര നിറമുള്ള കുപ്പായമിട്ടാലും ട്രംപ് ആട്ടിൻതോൽ അണിഞ്ഞ ചെന്നായ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ലോകം വീണ്ടും ഒരു വലിയ നയതന്ത്ര നാടകത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതിയിൽ അഭിപ്രായ ഐക്യമുണ്ടാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിന്റെ മരുമകൻ ജെറീദ് കഷ്നർ എന്നിവർ മോസ്കോ സന്ദർശിക്കും. ഇരുവരും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തും. റഷ്യയുടെ അഭ്യർത്ഥന പ്രകാരമാണ് കൂടിക്കാഴ്ചയെന്നും വ്യാഴാഴ്ച പുടിനെ കാണുമെന്നും വിറ്റ്കോഫാണ് വിവരങ്ങൾ പുറത്തുവിട്ടത്. പ്രസിഡന്റ് ട്രംപിന്റെ ഗാസ സമാധാന സമിതിയിൽ പുടിൻ ചേരുമോ എന്ന ചോദ്യത്തിന് എനിക്ക് അങ്ങനെ തോന്നുന്നു എന്നായിരുന്നു വിറ്റ്കോഫിന്റെ മറുപടി. മോസ്കോയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിന്റെ ഭാഗമായി US റഷ്യൻ പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ച ഫലപ്രദമെന്ന് വിറ്റ്കോഫ് പ്രതികരിച്ചപ്പോൾ ക്രിയാത്മകമെന്ന് മാത്രമായിരുന്നു റഷ്യൻ പ്രതിനിധിയുടെ മറുപടി. പ്രാദേശിക നിയന്ത്രണം, യുക്രൈന്റെ പരമാധികാരം തുടങ്ങിയ പ്രധാന പ്രശ്നങ്ങളിൽ പരിഹാരമാകാത്തതിനെ തുടർന്ന് സമാധാന പദ്ധതിയിൽ അഭിപ്രായ ഐക്യമുണ്ടാക്കാനായിട്ടില്ല. ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തനായ വിറ്റ്കോഫും ജാരഡ് കുഷ്നറും മോസ്കോയിലെത്തി വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തുന്നു എന്ന വാർത്ത പുറമേ കേൾക്കുമ്പോൾ ഉക്രൈൻ സമാധാനം എന്ന പേരിൽ അവതരിപ്പിക്കപ്പെടുന്നു. എന്നാൽ ഈ ചർച്ചകളുടെ ഉള്ളടക്കവും ലക്ഷ്യവും പരിശോധിച്ചാൽ ഇത് സമാധാനത്തിനായുള്ള ശ്രമമല്ല, മറിച്ച് ട്രംപിന്റെ രാഷ്ട്രീയ അഹങ്കാരവും അമേരിക്കയുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങളും വീണ്ടും ലോകത്തിനു മുന്നിൽ തുറന്നു കാണിക്കുന്ന മറ്റൊരു നാടകമാണ് എന്ന് വ്യക്തമാകും. ഡൊണാൾഡ് ട്രംപ് സമാധാനം എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ തന്നെ ലോകം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കാരണം ട്രംപിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ അവിടെയെല്ലാം യുദ്ധത്തിന്റെ വിത്തുകളും ഭീഷണിയുടെ ഭാഷയും മാത്രമേ കാണാൻ കഴിയൂ. മിഡിൽ ഈസ്റ്റിൽ മുതൽ യൂറോപ്പിലേക്കും നാറ്റോയെ ഉപയോഗിച്ച് ലോകത്തെ നിയന്ത്രിക്കാനുള്ള അമേരിക്കൻ തന്ത്രത്തിന്റെ മുഖ്യ വക്താവായിരുന്നു ട്രംപ്. യുക്രൈൻ യുദ്ധവും അതിന്റെ ഭാഗമാണ് എന്ന് വേണം വിലയിരുത്താൻ. ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നല്ല ട്രംപിന്റെ യഥാർത്ഥ ആഗ്രഹം, മറിച്ച് അത് സ്വന്തം രാഷ്ട്രീയ തിരിച്ചുവരവിന് ഉപയോഗിക്കണം എന്നതാണ്. ഇവിടെ ഒരു വ്ളാഡിമിർ പുടിൻ ട്രംപിന് മുന്നിൽ ഒരിക്കലും കീഴടങ്ങില്ല എന്ന ഒരു സത്യം വളരെ വ്യക്തമാണ്. ട്രംപ് അധികാരത്തിൽ ഇരുന്ന കാലത്തും അതിനുശേഷവും റഷ്യയുടെ ദേശീയ താല്പര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും പുടിൻ മുൻപും ഇപ്പോഴും നടത്തിയിട്ടില്ല. അമേരിക്കൻ സമ്മർദ്ദം, സാമ്പത്തിക ഉപരോധം, നാറ്റോയുടെ ഭീഷണി ഇവയെല്ലാം റഷ്യയെ മുട്ടുകുത്തിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു. എന്നാൽ ഓരോ ഘട്ടത്തിലും പുടിൻ അത് തള്ളിക്കളഞ്ഞു. മോസ്കോയിലെ ഈ ചർച്ചകളും അതിലെ തുടർച്ചയാണ്. പക്ഷേ നിയന്ത്രണം റഷ്യയുടെ കൈകളിലാണ്, വാഷിംഗ്ടണിന്റെ കൈകളിലല്ല എന്നതാണ് വാസ്തവം. ട്രംപിന്റെ യുക്രൈൻ സമാധാന പദ്ധതി എന്ന പേരിൽ പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉക്രൈൻ ജനതയോടുള്ള ഒരു രാഷ്ട്രീയ വഞ്ചനയാണ്. യുദ്ധത്തിൽ തകർന്ന ഒരു രാജ്യത്തെ സ്വന്തം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഉപയോഗിക്കുന്നതിനേക്കാൾ വലിയ ക്രൂരത മറ്റെന്തുണ്ട്? അമേരിക്ക ആയുധങ്ങൾ വിൽക്കുന്നു, യൂറോപ്പ് വില കൊടുക്കുന്നു, ഉക്രൈൻ രക്തം ചിന്തുന്നു. ഇതാണ് ട്രംപിന്റെയും അമേരിക്കൻ യുദ്ധ വ്യവസായത്തിന്റെയും യഥാർത്ഥ സമവാക്യം. പുടിന്റെ നിലപാടുകൾ വ്യക്തമാണ്. റഷ്യ ഒരിക്കലും യുദ്ധം ഒരു രാഷ്ട്രീയ കളിപ്പാട്ടമായി ഉപയോഗിച്ചിട്ടില്ല. സുരക്ഷയും ദേശീയ അതിർത്തികളും സംബന്ധിച്ച വിഷയങ്ങളിൽ ഉറച്ച നിലപാടാണ് റഷ്യ എന്നും സ്വീകരിച്ചത്. നാറ്റോയുടെ വ്യാപനം, റഷ്യയെ നിലയ്ക്ക് നിർത്താനുള്ള ശ്രമങ്ങൾ, ഇവയ്ക്കെല്ലാം മറുപടിയായാണ് ഉക്രൈൻ പ്രതിസന്ധി ഉണ്ടായത്. ഇതിനെ ട്രംപ് സമാധാന കരാർ എന്ന പേരിൽ സ്വന്തം ഇമേജ് കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നത് ചരിത്രത്തോടുള്ള അപമാനമാണ്. വിറ്റ്കോഫും കുഷ്നറും മോസ്കോയിൽ എത്തിയത് തന്നെ അമേരിക്കയ്ക്ക് ഇപ്പോഴും പുടിനെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന കാര്യം വ്യക്തമാക്കുകയാണ്. ലോകം മാറിയിരിക്കുന്നു. ഒരൊറ്റ രാജ്യത്തിന്റെ ആജ്ഞകൾക്ക് കീഴടങ്ങുന്ന കാലം അവസാനിച്ചു കഴിഞ്ഞു. ബഹുദ്രവ ലോകക്രമത്തിൽ റഷ്യ ഒരു ശക്തമായ കേന്ദ്രമാണ്. ഈ യാഥാർത്ഥ്യം ട്രംപ് അംഗീകരിക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് ഇത്തരം നാടകീയ ചർച്ചകൾ നടക്കുന്നത്. യുദ്ധം ഒരിക്കലും സമാധാനം കൊണ്ടുവരില്ല. ട്രംപിനെ പോലെയുള്ള നേതാക്കൾ യുദ്ധത്തെ ഒരു ബിസിനസ്സായി കാണുമ്പോൾ പുടിൻ അതൊരു അവസാന വഴിയായി മാത്രമാണ് കാണുന്നത്. അതുകൊണ്ടാണ് പാശ്ചാത്യ മാധ്യമങ്ങളുടെ എല്ലാ പ്രചരണങ്ങൾക്കിടയിലും പുടിൻ ലോകത്തിന്റെ വലിയൊരു വിഭാഗത്തിന് മുന്നിൽ ഇപ്പോഴും ഒരു ശക്തനായ നേതാവായി നിലകൊള്ളുന്നത്. കാരണം അദ്ദേഹം സ്വന്തം രാജ്യത്തിന്റെ ആത്മാഭിമാനം വിൽപ്പനയ്ക്കിടുന്നില്ല. പക്ഷെ ഇതൊക്കെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചാൽ സ്വാർത്ഥ നേതാക്കന്മാരുടെ താല്പര്യങ്ങൾക്ക് വില കൊടുക്കേണ്ടി വരുന്നത് ഇന്ത്യക്കാരടക്കം ലോകത്തുള്ള മുഴുവൻ സാധാരണ മനുഷ്യരുമായിരിക്കും എന്നുള്ളതാണ് വാസ്തവം.